നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം ഒതളൂരിൽ സഹോദരന്മാർ തമ്മിലുണ്ടായ സംഘർഷം തടയാൻ ശ്രമിച്ച അയൽവാസിക്ക് വെട്ടേറ്റു. ഒതളൂർ തൈക്കൂട്ട് നവാസിനാണ് വെട്ടേറ്റത്. ഒതളൂർ റേഷൻ കടയ്ക്ക് സമീപം താമസിക്കുന്ന സതീഷ്, സന്തോഷ് എന്നിവർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് സതീഷ് വാക്കത്തി ഉപയോഗിച്ച് സന്തോഷിനെ വെട്ടാൻ ശ്രമിക്കുകയുമായിരുന്നു. സംഭവത്തിൽ പ്രതിയായ സതീഷിനെ ചങ്ങരംകുളം പോലീസ് പിടികൂടി. കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ റോഡിൽ പുത്തൂർ ഇറക്കത്തിൽ ലോറി നിയന്ത്രണം വിട്ട് കെട്ടിടത്തിൽ ഇടിച്ച് അപകടം. പുത്തൂർ ജുമാ മസ്ജിദിനു സമീപമുള്ള കെട്ടിടത്തിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത്. അപകടത്തിൽ ഡ്രൈവർ അകത്തു കുടുങ്ങി. തോട്ടശ്ശേരിയറയിൽ MDMAയുമായ ഹോം അപ്ലയൻസസ് ഉടമ പിടിയിലായി. തോട്ടശ്ശേരിയറ സ്വദേശി പള്ളിയാളി ഷംസുദ്ദീനാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 1 ലക്ഷം രൂപ വില വരുന്ന 25 ഗ്രാം MDMA കണ്ടെടുത്തതായി വേങ്ങര പോലീസ് പറഞ്ഞു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ എടപ്പാൾ കാളച്ചാലിൽ ചരക്ക് ലോറിയും ഓൾട്ടോ കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരൂർ കൊടയ്ക്കൽ സ്വദേശി തൊട്ടിയാട്ടിൽ ഇബ്രാഹിമിനാണ് പരിക്കേറ്റത്. എടപ്പാളിൽ ഒഴിഞ്ഞുകിടക്കുന്ന കുന്നിൻപുറത്തെ കാട്ടിലുണ്ടായ തീപിടുത്തം ഏറെ നേരം പ്രദേശത്തെ ഭീതിയിലാഴ്ത്തി. 2 നിലയുള്ള വീടിന്റെ ഉയരത്തിൽ ആളിക്കത്തിയ തീയിൽ പ്രദേശവാസികൾക്കുണ്ടായത് വൻ നഷ്ടം. സംസ്ഥാന പാതയോരത്ത് അണക്കമ്പാട് സബ്സ്റ്റേഷൻ വളവിലെ ഒഴിഞ്ഞുകിടക്കുന്ന കുന്നിൻപുറത്താണ് തീപിടുത്തമുണ്ടായത്. എടവണ്ണയിൽ ചിത്രങ്ങൾ പകർത്തുന്നതിനിടെ കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിയ ഡ്രോൺ ക്യാമറ പുറത്തെടുക്കാൻ നാട്ടുകാർ ഏറെ പണിപ്പെട്ടു. രക്ഷയില്ലാതായതോടെ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടി. സീതി ഹാജി സ്റ്റേഡിയത്തിനു സമീപത്താണ് സംഭവം ഉണ്ടായത്. ചാലിയാർ പഞ്ചായത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം. നിലമ്പൂർ വെളിയന്തോട് നിന്ന് ചാലിയാറിലേക്ക് പ്രവേശിക്കുന്ന മയിലാടി പാലത്തിന്റെ താഴെ ഭാഗത്താണ് വനത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. പൊന്നാനിയിൽ തെരുവുനായ ആക്രമണത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പൊന്നാനി കർമ്മ റോഡിലും ചന്തപ്പടിയിലുമാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. തെരുവുനായുടെ കടിയേറ്റ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. വടപുറം താളിപ്പൊയിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. എടവണ്ണ ഒതായി സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്ക് പറ്റിയ ഭാര്യയെയും കുട്ടികളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.